അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിദ്ദയിൽ നിന്ന് അഷ്റഫാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു മന്തിക്കുയിൻ്റെ. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായി ഒരു സുഹൃത്ത്. അപ്പോൾ ആ സുഹൃത്തിന് വേണ്ടിയും അതറിയാത്തവർക്ക് വേണ്ടി, ഞാനും നിങ്ങളൊക്കെ മന്തി കഴിക്കുന്നതാണല്ലേ, പക്ഷെ മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടോട്ടെ. ഈ പ്രവാസ ലോകത്തിലെ ചൂടിൻ്റെ ഇടയിൽ ഇതൊക്കെ ഒരു താങ്ങാൻ പറ്റാത്തൊരു ചൂടാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാം, നാളെ നരകത്തിലെ ചൂട് എത്ര ഭയാനകമാണോ എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. കാരണം അതുപോലെ തന്നെ മഹ്ശറിലൊക്കെ ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ നിൽക്കുമ്പോഴും എത്രയായിരിക്കും ചൂട് എന്ന് നമുക്കറിയില്ല. നമുക്കിപ്പോൾ ദുനിയാവിൽ ഇവിടെ തന്നെ എത്രയോ ഏക്കരങ്ങളിൽ മുകളിലുള്ള ചൂട് തന്നെ ചില സമയത്ത് താങ്ങാൻ പറ്റുന്നില്ല അല്ലേ. ഏതായിരുന്നാലും അതൊന്ന് കാണിച്ചു തരാം എന്താണെന്ന് ചോദിച്ചു ഈ സുഹൃത്തിനൊക്കെ. ആദ്യം ഇതേപോലെ എന്താക്കുന്നറിയാം, വിറകിട്ടിട്ട് നല്ലോണം കത്തിക്കും കേട്ടാ. നല്ലോണം കത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ കനലാവും കേട്ടാ, നല്ല കനലാവും. കനലായതിനു ശേഷമാണ് അടുത്ത പരിപാടി. അതും കൂടി എല്ലാം ഫുള്ള് കണ്ടിട്ട് നിങ്ങൾ മന്തി കഴിച്ചു കേട്ടാ, മറക്കണ്ട. അപ്പോൾ ഇതാണ് ഓക്കെ. അപ്പോൾ ഒന്ന് മന്തി വെക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇതെന്തിനാ ഇപ്പം എന്തിനാ തീക്കോ വരുന്നത്? എന്തിനാ തീക്കോ വരുന്നത്? അതാ മല്ലി മാഷാ അല്ലാ, അതാ മല്ലിമീൻ അമനീൻ മാഷാ അല്ലാ. കംസാന മുങ്കിനാണ് 30 സന അതിനാ. ഇതെന്തിനാ നിങ്ങൾ ഈ വറക്ക് ഇങ്ങനെ കോരിക്കളിന്ന് കരി അങ്ങോട്ടേക്ക്? ആ കത്തിയിട്ട് റെഡി ആയില്ലെങ്കിൽ ചൂട് കറ്റാകാൻ. അപ്പോൾ ഈ മന്തി എങ്ങനെ വെക്കുന്നതെന്ന് അറിയാത്തവരിൽ ഇത് പഠിച്ചോട്ടോ. സ്വന്തമായിട്ട് മന്തിക്കടയൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്താക്കാം, നല്ലൊരു ഇത്. അതുപോലെ തന്നെ നല്ല മുല്ലിമീനെല്ലാം വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്ടാ, മന്തി വെക്കാൻ അറിയുന്ന മുല്ലിമെല്ലുണ്ട്. അപ്പോൾ ഇത് ചോറാണ് കേട്ടോ, ഇങ്ങനെ ഇറക്കാണ് അരിയും അതിൻ്റെ മസാല ഇതൊക്കെ കൂടിയിട്ട്. പിന്നത്തതാണ് പഠിക്കേണ്ടത്. ഇനി എന്താ ചെയ്യുന്നത് ഒന്ന് പഠിച്ചോ മാഷാ അല്ലാ. ഇതിലേക്ക് ശബക്ക ഇങ്ങനെ നെറ്റ് പോലത്തെ സാധനം ഇതിൽ വെക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി അതിലേക്ക് ഉകാതിരിക്കാൻ വേണ്ടിക്കില്ലാന്ന്, വെള്ളത്തിലേക്ക് അതിൻ്റെ ചോറ്റിലേക്ക് അങ്ങനെ ഇറച്ചി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കും. മാഷാ അല്ലാ. ഇത് എത്ര ആടാ? ഇത് 2 ആടാണ്. കണ്ടാ, 2 ആട് അതിൻ്റെ തലയായിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ മൂടി വെച്ച് ഇനി എത്ര മണിക്കൂർ കഴിയണം ഇത് എടുക്കണമെങ്കിൽ? 1.5 മണിക്കൂർ കഴിഞ്ഞാണ് ഇത് ഓപ്പൺ ആകുമ്പോഴത്തേക്കും മന്തി ജായിസാണ്. അപ്പോൾ തിന്നാൻ വേണ്ടി നിങ്ങൾ വന്നു. എവിടെയാണെന്നറിയാം, മത്താംപീറു റോഹ. ആരും മറക്കണ്ട. പിന്നെ ഇത് അടുത്തതിന് വേണ്ടിക്കില്ല അടുത്ത വിറകല്ലിട്ട് കരിയെല്ലിട്ട് എല്ലാം റെഡിയാക്കി കേട്ടാ. പിന്നെ നിങ്ങളോടെല്ലാം പറയാനല്ല, എനിക്കൊരു ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അതിലൊന്ന് എല്ലാവരും വന്നിട്ട് എന്താക്കുക, ഒന്ന് ആ ബെല്ലൈക്കൻ അമർത്തുക. ഒന്ന് ഉയരങ്ങളിൽ ഇതേപോലെ എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, എല്ലാം ചെയ്യുക. നിങ്ങൾ ചങ്ങായിമാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല നല്ല വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആരും എന്താക്കണ്ട, തട്ടിമാറ്റണ്ട, എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാ കേട്ടാ. ഇനി ഇതാ മാഷാ അല്ലാ മന്തി ഇറച്ചി എടുക്കുന്നുണ്ട്. അയ്യോ അതാ മാഷാ അല്ലാ മന്തി ഇറച്ചി എടുത്തേട്ടാ. 1.5 മണിക്കൂർ കൊണ്ട് ഇതാ ഇങ്ങനെ ആയിക്കണത്. മാഷാ അല്ലാ തലയിൽ നോക്കിയ തല എന്താന്നറിയാം, തല മാഷാ അല്ലാ. പക്ഷെ ആട് പല്ലേച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇതാ ചോറ് ഇങ്ങനെ ഉണ്ടാവും മാഷാ അല്ലാ. ഇനിയിപ്പോൾ ഇതിന് എന്താ ചോറ് ഉണ്ടാ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് കാണിക്കാം. അപ്പോൾ ഇതാ ഇവരൊക്കെ ഇങ്ങനെ കമ്പിയെല്ലാം എടുത്തിരിക്കുന്നതാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം എന്തിനാണെന്ന്. നോക്കിയാൽ അതിൽ നീ വലിച്ചെടുക്കുന്ന എന്താണെന്നറിയാം, ആ ചോറാന്ന് മോനെ. എന്താ ടേസ്റ്റ്, കാണുമ്പോൾ തന്നെ വാരത്തുന്നാ തോന്നുന്നു എന്താ. അങ്ങനെ ഇതാ തള്ളി കൊണ്ടുപോവാ. മല്ലിമീങ്ങളെല്ലാം കണ്ടു ഇതാ മാഷാ അല്ലാ. അടുത്തതിനേക്കുള്ള വിറകിടാൻ പോവാന്ന് കേട്ടാ. എന്നാൽ പിന്നെ എല്ലാവരോടും സ്നേഹം മാത്രം. കണ്ടില്ല എങ്ങനെയാണ് മന്തി ഉണ്ടാക്കുന്നതെന്ന്. ഇനി നിങ്ങൾ ഇഷ്ടം പോലെ തിന്നാം കേട്ടോ, എത്ര വേണമെങ്കിലും തിന്നാം.